പലതവണ ഉത്തര കൊറിയ സന്ദർശിച്ചിട്ടുള്ള ഓസ്ട്രേലിയൻ ടൂർ ഓപ്പറേറ്റർ റോവാൻ ബിയേർഡ് കോവിഡ് കാലത്തിന് ശേഷം ആദ്യമായാണ് ഈ അടുത്ത് ഉത്തര കൊറിയയിലെത്തിയത്. തലസ്ഥാനമായ പോങ്യാങ്ങിൽ വിമാനമിറങ്ങിയാൽ മുൻപ് ഒരു ടാക്സിക്കായി മണിക്കൂറുകൾ കാത്തിരുന്ന അനുഭവം അദ്ദേഹത്തിനുണ്ട്. കാരണം ഇപ്പോഴും 70കളിൽ ജീവിക്കുന്ന രാജ്യം എന്നാണ് ഉത്തര കൊറിയയെ ലോകം കാണുന്നത്. എന്നാൽ അത്ഭുതം, ചില നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇദ്ദേഹത്തിന് ടാക്സി കിട്ടി. അതായത് ഉത്തര കൊറിയയിൽ ഇപ്പോൾ ഒരു ഓൺലൈൻ ടാക്സി സർവീസ് ഉണ്ട്. പേര് സംഹാങ്. തത്സമയ ട്രാക്കിംഗ് അടക്കം എല്ലാ സൗകര്യവും ഇതിൽ ലഭിക്കുമെന്നാണ് ബിയേർഡ് പറയുന്നത്. അതായത് ഉത്തര കൊറിയയിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇത് വല്ലാത്തൊരു പുതുമ എന്നാണ് ബിയേർഡ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ബിയേർഡ് മാത്രമല്ല ഈ അനുഭവം പങ്കുവയ്ക്കുന്നത്. 2025 ഏപ്രിലിൽ പോങ്യാങ് ഇൻ്റർനാഷണൽ മാരത്തോണിൽ പങ്കെടുക്കാൻ വിദേശികൾക്കും ഉത്തര കൊറിയ അവസരം നൽകിയിരുന്നു. അന്ന് അവിടെ പോയ വ്യക്തിയാണ് ബ്രിട്ടീഷ് പൗരനായ ജോർജ് ട്രവേട്ട. ഓട്ടത്തിനിടയിൽ നിരവധി കാഴ്ചകൾ തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് ജോർജ് പറയുന്നു. ഉദാഹരണത്തിന് പല ഉത്തര കൊറിയക്കാരും സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഓട്ടക്കാരെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഉത്തര കൊറിയയിൽ സ്മാർട്ട് ഫോൺ വ്യാപകമായി എന്നത് തനിക്ക് പുതിയൊരു അറിവാണെന്ന് ജോർജ് പറയുന്നു. ഉത്തര കൊറിയ എന്ന് കേട്ടാൽ തന്നെ ജയിൽ പോലെയുള്ള ഒരു രാജ്യം എന്നാണ് മനസ്സിൽ വരിക. പതിറ്റാണ്ടുകളായി തുടരുന്ന അധികാരം, അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഹനിച്ച ഒരു രാജ്യം എന്നതാണ് ഉത്തര കൊറിയയെക്കുറിച്ചുള്ള പൊതുചിത്രം. ഉത്തര കൊറിയയെ സംബന്ധിച്ചുള്ള കഥകൾക്ക് നമ്മുടെ മാധ്യമങ്ങളിൽ ഒരു കാലത്തും ഒരു കുറവും വന്നിട്ടില്ല. എന്നാൽ ഈ ഉത്തര കൊറിയയിൽ ഇപ്പോൾ എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ? നമ്മൾ അറിഞ്ഞതല്ലേ യാഥാർത്ഥ്യം? ഇതാണ് ഇവിടെ പരിശോധിക്കുന്നത്. ഡസൽ യൂൻ, തിമോത്തി ഡബ്ല്യു മാർട്ടിൻ എന്നീ മാധ്യമപ്രവർത്തകർ US പത്രമായ വാൾ സ്ട്രീറ്റ് ജേർണലിൽ എഴുതിയ ലേഖനമാണ് ഈ ചിന്തയ്ക്ക് ആധാരം. ദ വേൾഡ്സ് മോസ്റ്റ് സർപ്രൈസിംഗ് എക്കണോമിക് സക്സസ് സ്റ്റോറി ഈസ് നോർത്ത് കൊറിയ എന്നതാണ് ഈ ലേഖനം. അതായത് ലോകത്തിലെ ഏറ്റവും അമ്പരപ്പിക്കുന്ന സാമ്പത്തിക വിജയഗാഥ അത് നോർത്ത് കൊറിയയുടേതാണ്. ഇതുവരെ കേട്ട കഥകൾ വച്ച് ആരുടെയും നെറ്റി ചുളിക്കുന്ന ഒരു തലക്കെട്ട് തന്നെയാണിത്. പക്ഷേ ഇതിലെ നെല്ലും പതിരും തിരഞ്ഞാൽ ചില മാറ്റങ്ങൾ അങ്ങ് കിം ജോങ് ഉന്നിൻ്റെ നാട്ടിൽ നടന്നു എന്ന് നമുക്ക് വ്യക്തമാകും. COVID-19 മഹാമാരിയുടെ കാലത്ത് കിം ജോങ് ഉൻ ഭരണകൂടം രാജ്യത്തെ എല്ലാ അതിർത്തികളും അടച്ചിരുന്നു. എന്നാൽ കോവിഡിന് ശേഷം വിനോദസഞ്ചാരികൾ, വിദേശ സന്ദർശകർ, നയതന്ത്രജ്ഞർ എന്നിങ്ങനെ പരിമിതമായ എണ്ണം ആളുകൾക്ക് മാത്രമേ ഉത്തര കൊറിയ സന്ദർശിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഈ സന്ദർശകർ ഉത്തര കൊറിയയിൽ, പ്രത്യേകിച്ച് കിം ജോങ് ഉന്നും രാജ്യത്തെ ഉന്നതരും താമസിക്കുന്ന തലസ്ഥാനമായ പോങ്യാങ്ങിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത ചില മാറ്റങ്ങൾ കണ്ടു എന്നാണ് പറയുന്നത്. അവിടുത്തെ റെസ്റ്റോറൻറ്റുകളിൽ ബ്രിക്ക് ഓവൻ പിസകളും ചിക്കൻ വിങ്ങുകളും വിളമ്പുന്നുണ്ട്. മൊബൈൽ ഫോൺ QR കോഡ് സിസ്റ്റം ഉപയോഗിച്ച് ബില്ലുകൾ പേ ചെയ്യാം. തെരുവുകളിലൂടെ BYD അടക്കം ചൈനീസ് ഇലക്ട്രിക് കാറുകൾ ഓടുന്നു. പോങ്യാങ്ങിൽ പുതിയ പെറ്റ് ഷോപ്പുകളും ഇൻ്റർനെറ്റ് ഗെയിമിംഗ് കഫേകളും വന്നിരിക്കുന്നു. BMW ഡീലർഷിപ്പ് ഇപ്പോൾ കൊറിയയിൽ ലഭിക്കും. ഇത്തരത്തിൽ പോകുന്നു മാറ്റങ്ങൾ. ഉത്തര കൊറിയയിൽ ഒരു ഗൈഡായി ടൂറുകൾ നയിച്ച ബ്രിട്ടീഷ് പൗരയായ സോയി സ്റ്റീഫൻസ് കോവിഡിന് മുമ്പ് കൊറിയയിൽ എല്ലാ പണമിടപാടും കറൻസി വച്ചാണ് എന്ന് പറയുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം പോങ്യാങ്ങിൽ എത്തിയപ്പോൾ ഷോപ്പിങ്ങിനായി കൂടുതൽ നാട്ടുകാർ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതും അവർ കണ്ടു. ഭക്ഷണം ഓർഡർ ചെയ്യുന്നതും അടിസ്ഥാന ആവശ്യങ്ങൾ വാങ്ങുന്നതും മരുന്നുകൾ ഓർഡർ ചെയ്യുന്നതും ഒക്കെ ആപ്പുകൾ ഉപയോഗിച്ചാണ് പോലും. ഒപ്പം QR കോഡ് പേയ്മെൻറ്റും ലഭ്യമാണ്. ഉത്തര കൊറിയയെക്കുറിച്ച് യൂട്യൂബ് ചാനൽ നടത്തുന്ന ബെൻ ബാസ്റ്റൻ കഴിഞ്ഞ വർഷം ചൈന റഷ്യൻ അതിർത്തിയിലുള്ള ഒരു ഉത്തര കൊറിയൻ സാമ്പത്തിക മേഖല സന്ദർശിച്ചതിൻ്റെ അനുഭവം ഇതിനോട് ചേർത്ത് വായിക്കണം. തലസ്ഥാനത്ത് നിന്ന് വളരെ അകലെയുള്ള ഈ വ്യവസായ മേഖലയിൽ നാം കണ്ടുപഴകിയ ഉത്തര കൊറിയൻ പഴമയ്ക്ക് പകരം പുതിയ ടാക്സികളും ആധുനിക കെട്ടിടങ്ങളുമായിരുന്നു എന്ന് ഇദ്ദേഹം പറയുന്നു. രാജ്യവ്യാപകമായി നിർമ്മാണ രംഗത്ത് കുതിച്ചുചാട്ടമുണ്ടാക്കിയെന്നാണ് കിമ്മിൻ്റെ അവകാശവാദം. കഴിഞ്ഞ വർഷം ഉത്തര കൊറിയ പോങ്യാങ്ങിൽ 10,000 പുതിയ വീടുകൾ നിർമ്മിച്ചു. ലോസ് ആഞ്ചലസിലും ചിക്കാഗോയിലും ഈ കാലയളവിൽ ഉണ്ടാക്കിയ വീടുകളേക്കാൾ അധികമാണ് ഇതെന്നാണ് വാൾ സ്ട്രീറ്റ് ജേർണൽ ലേഖനം പറയുന്നത്. ഫെബ്രുവരിയിൽ ഉത്തര കൊറിയയിലെ ഭരണ പാർട്ടിയായ വർക്കേഴ്സ് പാർട്ടി ഓഫ് കൊറിയയുടെ പഞ്ചവത്സര കോൺഗ്രസിൽ 42-കാരനായ ഏകാധിപതി കിം സാമ്പത്തിക രംഗത്തെ ഈ കുതിച്ചുചാട്ടത്തെ എടുത്തു പറഞ്ഞു. അമേരിക്കയുടെ ക്രൂരമായ ഉപരോധം നേരിട്ടിട്ടും രാജ്യം പുരോഗതിയിലേക്ക് നീങ്ങുകയാണെന്നാണ് കിം പറഞ്ഞത്. ഈ ദൃക്സാക്ഷി വിവരങ്ങൾക്ക് പുറമെ
ഉത്തര കൊറിയയെ നിരന്തരം നിരീക്ഷിക്കുന്ന ദക്ഷിണ കൊറിയൻ ഏജൻസികളുടെ റിപ്പോർട്ടുകളും ഉത്തര കൊറിയയിൽ ഒരു മാറ്റം കാണാനുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ്. ദക്ഷിണ കൊറിയൻ നിരീക്ഷകർ അതിന് ഉത്തരമായി പറയുന്നത് ഉപഗ്രഹ ചിത്രങ്ങളും മറ്റും വച്ച് നടത്തിയ നിരീക്ഷണങ്ങളാണ്. ഉത്തര കൊറിയൻ എണ്ണ സംഭരണ കേന്ദ്രങ്ങളിലേക്ക് കപ്പലുകൾ ഇടതടവില്ലാതെ വന്നു പോകുന്നുണ്ട്. ഒപ്പം എണ്ണ സംഭരണ സൗകര്യങ്ങൾ വികസിച്ചു കൊണ്ടിരിക്കുന്നു. പല പാർക്കിംഗ് സ്ഥലങ്ങളും കൂടുതൽ തിരക്കേറിയതായി മാറിയിരിക്കുന്നു. ഉത്തര കൊറിയയുടെ രാത്രികാല ലൈറ്റ് ലെവലുകൾ 5 വർഷം മുമ്പത്തതിനേക്കാൾ 3 ഇരട്ടി കൂടുതലാണെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ഉപഗ്രഹ ചിത്രങ്ങൾ ഉപരോധത്തിൻ്റെ പ്രത്യാഘാതങ്ങളുടെ ഒരു സൂചനയും കാണിക്കുന്നില്ല എന്നാണ് ദക്ഷിണ കൊറിയൻ തിങ്ക് ടാങ്കുകൾ പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. ദക്ഷിണ കൊറിയയുടെ ആസ്ഥാന ബാങ്കായ ബാങ്ക് ഓഫ് കൊറിയയുടെ ഏറ്റവും പുതിയ ഡാറ്റ പ്രകാരം 2024 ഉത്തര കൊറിയയുടെ സമ്പദ് വ്യവസ്ഥ 3.7% വളർച്ച കൈവരിച്ചു എന്നാണ് പറയുന്നത്. ഇത് 8 വർഷത്തിൽ ഏറ്റവും വലിയ വളർച്ചയാണ്. രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിച്ചാണ് ബാങ്ക് ഓഫ് കൊറിയ ഈ കണക്ക് തയ്യാറാക്കിയത്. ഉത്തര കൊറിയയുടെ വളർച്ച ഇപ്പോഴും തുടരുകയാണ് എന്നാണ് ദക്ഷിണ കൊറിയൻ വൃത്തങ്ങൾ കണക്കാക്കുന്നത്. കിം ജോങ് ഉൻ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള 15 വർഷങ്ങളിൽ ഏറ്റവും ശക്തമായ സാമ്പത്തിക സ്ഥിതിയിലാണ് ഇപ്പോൾ ഉത്തര കൊറിയ എന്നും 2004 മുതൽ 2011 വരെയുള്ള അദ്ദേഹത്തിൻ്റെ പിതാവ് കിം ജോങ് ഇല്ലിൻ്റെ ഭരണകാലത്തേക്കാൾ ശക്തമാണ് ഉത്തര കൊറിയ എന്നുമാണ് കാലിഫോർണിയ സർവകലാശാലയിലെ ഉത്തര കൊറിയൻ വിദഗ്ധനായ സ്റ്റീഫൻ ഹഗാർഡ് പറയുന്നത്. ഇത്രയും ദരിദ്രമായ ഒരു രാജ്യത്തിന് ഇത് അവിശ്വസനീയമായ നേട്ടമാണെന്ന് ഹഗാർഡ് പറയുന്നു. 2020 പോയാൽ കോവിഡ് ദുരിതത്തിൻ്റെ കാലത്ത് ശരിക്കും ഉത്തര കൊറിയ വൻ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് എന്നാണ് ലോകം കരുതിയത്. ഉത്തര കൊറിയയുടെ പ്രധാന പങ്കാളിയായ ചൈനയുമായുള്ള വ്യാപാരത്തിൽ ഗണ്യമായ ഇടിവ് സംഭവിച്ചു. ഇക്കാലത്ത് ഊർജ്ജക്ഷാമം രൂക്ഷമായി. കൽക്കരി ഖനികൾ അടച്ചുപൂട്ടി. 2021 പോങ്യാങ്ങിൽ അന്നത്തെ മോസ്കോ അംബാസിഡർ റഷ്യൻ സ്റ്റേറ്റ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ രാജ്യത്തിന് ഭക്ഷണത്തിന് പോലും വകയില്ലെന്നാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക നയങ്ങളുടെ പരാജയത്തെക്കുറിച്ച് കിം ജോങ് ഉൻ അന്ന് അപൂർവമായി ഒരു കുറ്റസമ്മതവും നടത്തി. വ്യാപകമായ ഭക്ഷ്യക്ഷാമം അദ്ദേഹം അംഗീകരിച്ചു. പരസ്യമായി കണ്ണുനീർ പൊഴിച്ചു. എന്തിന് കിമ്മിൻ്റെ ഭാരം പോലും കുറഞ്ഞു എന്നാണ് അന്ന് വാർത്ത വന്നത്. മിക്കവാറും എല്ലാ മേഖലകളിലും ലക്ഷ്യത്തിൽ നിന്ന് ഞങ്ങൾ അകന്നു എന്ന് 2021 തുടക്കത്തിൽ കിം പറഞ്ഞു. എന്നാൽ 2022 ഫെബ്രുവരിയിൽ റഷ്യ ഉക്രൈനെ ആക്രമിച്ചതിന് ശേഷമാണ് ഉത്തര കൊറിയൻ സാമ്പത്തിക രംഗം പച്ചപിടിച്ചത് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല. ഉത്തര കൊറിയ റഷ്യൻ അധിനിവേശത്തെ പരസ്യമായി പിന്തുണച്ചു. ഈ യുദ്ധത്തിനായി മോസ്കോയിലേക്ക് ആയുധ വിതരണം ചെയ്യുന്ന പ്രധാന വിതരണക്കാരായി ഉത്തര കൊറിയ മാറി. 2023 വേനൽക്കാലത്തും കഴിഞ്ഞ വർഷം അവസാനവും വരെ ഇത്തരത്തിൽ ആയുധം വിറ്റ് ഉത്തര കൊറിയ $10 ബില്യൺ സമ്പാദിച്ചതായി ദക്ഷിണ കൊറിയയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി കണക്കാക്കുന്നു. ഏകദേശം $27 ബില്യൺ GDP ഉള്ള ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇത് ഗണ്യമായ ഉത്തേജനമാണ് നൽകിയത്. ലോകത്ത് എവിടെ യുദ്ധം നടന്നാലും US-ൻ്റെ പണപ്പെട്ടി നിറയും എന്ന് പറയാറുണ്ട്. എന്നാൽ വളരെ നിശബ്ദമായി ഉത്തര കൊറിയ ഒരു യുദ്ധത്തിൽ നിന്ന് നേട്ടമുണ്ടാക്കി എന്നതാണ് നേര്. 2023 കോവിഡ്-19 ശേഷമുള്ള തൻ്റെ ആദ്യ വിദേശയാത്ര കിം ജോങ് ഉൻ നടത്തിയത് റഷ്യയിലേക്കാണ്. അടുത്ത വർഷം പുടിൻ പോങ്യാങ്ങിലും സന്ദർശിച്ചു. ഇരു നേതാക്കളും പരസ്പരം പ്രതിരോധ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. റഷ്യക്കൊപ്പം യുദ്ധം ചെയ്യാൻ ഉത്തര കൊറിയ സൈന്യത്തെ അയക്കുന്നതിനുള്ള നിയമപരമായ ചട്ടക്കൂട് ഈ കരാറിലാണ് ഉണ്ടായത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി റിപ്പോർട്ട് പ്രകാരം ഈ സൈനിക വിന്യാസത്തിലൂടെ കൊറിയ $500 മില്യൺ വരുമാനം നേടിയിട്ടുണ്ട്. ഉത്തര കൊറിയയുടെ പുതിയ യുദ്ധക്കപ്പലുകളും ഡ്രോണുകളും റഷ്യൻ ഡിസൈനുകളോട് സാമ്യമുള്ളതാണെന്ന് ആയുധ വിദഗ്ധർ പറയുന്നു. അതായത് റഷ്യയിൽ നിന്ന് നല്ല സാങ്കേതിക വിദ്യയും ഉത്തര കൊറിയ വാങ്ങിയിട്ടുണ്ട്. പോങ്യാങ്ങിന് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും മോസ്കോ നൽകിയിട്ടുണ്ടെന്നാണ് ദക്ഷിണ കൊറിയൻ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതേസമയം ഉത്തര കൊറിയയുടെ ചൈനയുമുള്ള പ്രതിമാസ വ്യാപാരം 8 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലായിട്ടുണ്ട്. ഇപ്പോൾ ഉപരോധങ്ങൾ ലംഘിച്ചും വിവിധ ചൈനീസ് ബ്രാൻഡുകൾ ഉത്തര കൊറിയയിൽ ബിസിനസ് നടത്തുന്നുണ്ട് എന്നാണ് വിവരം. നിരവധി ചൈനീസ് സാങ്കേതിക ഉൽപ്പന്നങ്ങൾ ഉത്തര കൊറിയയുടെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിനെ ശക്തിപ്പെടുത്തുകയാണ്. ഉത്തര കൊറിയയിലെ സാങ്കേതിക മാറ്റങ്ങളുടെ പിന്നിൽ എല്ലാം ചൈനീസ് കരങ്ങളാണ്. ഇപ്പോൾ രാജ്യത്ത് വ്യാപകമായ പല സ്മാർട്ട് ഫോണുകളും ചൈന പ്രത്യേകം ഡിസൈൻ ചെയ്ത് നൽകിയതാണ് കൊറിയയ്ക്ക്.
ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഈ ആഴ്ച ഉത്തര കൊറിയ സന്ദർശിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ ചൈനീസ് പ്രസിഡന്റിൻ്റെ ആദ്യ വിദേശയാത്രയാണ് ഇത് എന്നത് കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഉത്തര കൊറിയ പണമുണ്ടാക്കിയ മറ്റൊരു വഴി അത്ര വെടിപ്പല്ലെന്നാണ് വാൾസ്ട്രീറ്റ് ജേർണൽ ലേഖനം പറയുന്നത്. ഉത്തര കൊറിയൻ സർക്കാർ നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു സൈബർ സംഘം ചൈന ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നുണ്ട്. ഇവർ അന്താരാഷ്ട്ര തലത്തിൽ ഹാക്കിംഗ് വഴിയും ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകൾ ആക്രമിച്ചു വലിയ തോതിൽ പണമുണ്ടാക്കുന്നുണ്ട്. കോടിക്കണക്കിന് ഡോളർ ഉത്തര കൊറിയയ്ക്ക് ഇതുവഴി ലഭിക്കുന്നു. അതേസമയം ഐക്യരാഷ്ട്രസഭയിൽ വീറ്റോ അധികാരം കയ്യിൽ വച്ചിരിക്കുന്ന ബീജിംഗും മോസ്കോയും പോങ്യാങ്ങിനെതിരായ ഉപരോധങ്ങൾ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കിം ജോങ് ഉൻ അതേസമയം സഖ്യകക്ഷികളുടെ ഒരു ശൃംഖല തന്നെ വികസിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം 20ലധികം വിദേശ നേതാക്കൾക്കൊപ്പം അദ്ദേഹം ആദ്യമായി ചൈനയുടെ സൈനിക പരേഡിൽ പങ്കെടുക്കുന്നതും വലിയ വാർത്തയായിരുന്നു. ഇറാൻ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കിം ജോങ് ഉന്നിൻ്റെ ആണവ പദ്ധതി സൈനിക ആക്രമണത്തെയും അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിനുള്ള ശ്രമങ്ങളെ തടുക്കുന്നതിനും ഫലപ്രദമാണ് എന്ന നിരീക്ഷണമാണ് പൊതുവിലുള്ളത്. അതായത് വെല്ലുവിളികൾ ലഘൂകരിക്കപ്പെടുമ്പോൾ അത് സമ്പദ് വ്യവസ്ഥയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കിമ്മിന് സമയം നൽകിയെന്ന് വിലയിരുത്തുന്ന വിദഗ്ധരുമുണ്ട്. ഈ അഭിപ്രായത്തെ സാധൂകരിക്കുന്ന കണക്കുകളും സാക്ഷിമൊഴികളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പുതിയ സാമ്പത്തിക ഉണർവ് കിം ഭരണകൂടം ശക്തമായി ഉപയോഗിക്കുന്നു എന്നാണ് വാൾസ്ട്രീറ്റ് ജേർണൽ ലേഖനം പറയുന്നത്. ഈ കാലയളവിൽ കിം ജോങ് ഉൻ കേന്ദ്ര നിയന്ത്രണം ശക്തിപ്പെടുത്തി, സർക്കാർ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് വിപണി നിരീക്ഷണം വിപുലീകരിച്ചു. പോങ്യാങ്ങിലെ ഏറ്റവും വലിയ ആശുപത്രി, ന്യൂയോർക്കിലെ സെൻട്രൽ പാർക്കിൻ്റെ മാതൃകയിലുള്ള ഹരിതഗ്രഹ സമുച്ചയം, പുതിയ കടൽത്തീര റിസോർട്ട് എന്നിവയുൾപ്പെടെ വർഷങ്ങളായി മുടങ്ങിക്കിടന്ന കിമ്മിൻ്റെ സ്വപ്ന പദ്ധതികൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഉത്തര കൊറിയ പൂർത്തിയാക്കി. ആധുനിക മെഡിക്കൽ സൗകര്യങ്ങൾ, ലഘു വ്യാവസായിക പ്ലാന്റുകൾ, വിനോദ സമുച്ചയങ്ങൾ എന്നിവയുൾപ്പെടെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ പുനർജീവിപ്പിക്കുന്ന തരത്തിൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ 20 നഗരങ്ങളിൽ വ്യവസായ പാർക്ക് ആരംഭിക്കുന്ന 20x10 എന്ന പദ്ധതിയും കിം ഭരണകൂടം ആരംഭിച്ചിട്ടുണ്ട്. കരിഞ്ചന്ത പ്രവർത്തനങ്ങൾക്ക് പകരമായി സർക്കാർ ഉടമസ്ഥയിലുള്ള സ്റ്റോറുകളും ഫാർമസികളും ഭരണകൂടം വികസിപ്പിക്കുകയാണെന്ന് ഗവേഷകനായ റീ സാങ് യോങ് പറയുന്നു. ആയുധ വിൽപ്പനയിലൂടെയും ഹാക്കിംഗ് പ്രവർത്തനങ്ങളിലൂടെയും കിം ജോങ് ഉൻ ഭരണകൂടം നേടുന്ന ചില ഫണ്ടുകൾ ജനങ്ങളിലേക്ക് ഒഴുകിയെത്തുകയാണ് എന്നാണ് ഓൺലൈൻ മാധ്യമമായ ഡെയിലി എൻകെയുടെ കീഴിലുള്ള ഡാറ്റ ഗവേഷണ കേന്ദ്രത്തിന് നേതൃത്വം നൽകുന്ന ലീ സോങ് യാങ് വാൾസ്ട്രീറ്റ് ലേഖനത്തിൽ പറയുന്നത്. ഉത്തര കൊറിയയ്ക്ക് അനുകൂലമായോ പ്രതികൂലമായോ വരുന്ന വാർത്തകളിൽ പലപ്പോഴും പതിരുകൾ ഏറെയാണ്. അതിനാൽ തന്നെ പുതിയ സാമ്പത്തിക വിപ്ലവകഥയുടെ യഥാർത്ഥ ചിത്രം കാലം കാണിച്ചു തരേണ്ടതാണ്. പക്ഷേ ഈ അടിസ്ഥാന സൗകര്യ വികസനം വെറും കെട്ടുകാഴ്ചയാണ് എന്ന വിമർശനവും ശക്തമാണ്. തലസ്ഥാനമായ പോങ്യാങ്ങിന് പുറത്ത് ഉത്തര കൊറിയ ഇപ്പോഴും ദാരിദ്ര്യത്തിലാണ്. ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്തെ 26 ദശലക്ഷം ജനങ്ങളിൽ പകുതിയോളം പേർ പോഷകാഹാരക്കുറവ് നേരിടുന്നുണ്ട്. ഉത്തര കൊറിയയുടെ വാർഷിക GDP അമേരിക്കയുടെ മൊത്തം GDPയുടെ 1% താഴെയാണ്. ലോകത്തിലെ മനുഷ്യാവകാശ ഇൻഡെക്സുകളിൽ എല്ലാം ഏറെ പിന്നിലാണ് ഈ രാജ്യം എന്നതും ഒരു യാഥാർത്ഥ്യമാണ്.